Fossibot എന്ന കമ്പനിയുടെ Fossibot F101 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Fossibot F101 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ 5.45 ഇഞ്ചിൻ്റെ മെയിൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 8300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മുകളിലും താഴെയും വലിയ ബെസൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു പഞ്ചോൾ ഡിസൈനോ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പിനോ വെച്ച് ഡിസൈനോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിന്. 18:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.32 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 360x360 ആണ്. അപ്പം 8300 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 340 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 20.35 mm ആണ്. അപ്പോൾ നല്ലോണം തിക്കായിട്ടുള്ള അതുപോലെ തന്നെ നല്ലോണം വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വെയിറ്റും തിക്നെസ്സും ഒക്കെ കൂടിയത്. അതുമാത്രമല്ല ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IP6869K റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ MT8788 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഴയ mediatekൻ്റെ Helio P60 എന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 128 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 7 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 15 GB റാമും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 24 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 5 മെഗാ മാക്രോ ലെൻസും അതുപോലെ തന്നെ 0.3 മെഗാ ഒരു സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10600 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. സാധാരണ ഫോണുകളിൽ 5000 mAhൻ്റെ ബാറ്ററിയൊക്കെയാണ് വരാറ്. അതിൻ്റെയൊക്കെ ഡബിളിൽ കൂടുതലായിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ പ്രൈസിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് $99.99 അതായത് 8300 രൂപ പ്രൈസ് റേഞ്ചിൽ ഓഫറൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ഓഫറൊന്നും ഇല്ലാതെ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് ഇപ്പം AliExpressൽ ഈ ഫോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 11100 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇത് ഓഫറൊന്നും ഇല്ലാതെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ ഫോൺ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8300 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8 GB റാമും 128 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും പിന്നെ വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം 8300 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്. 11000 രൂപ പ്രൈസ് റേഞ്ചിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വലിയ തിരക്കേടില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പല ഫീച്ചേഴ്സും. ബാറ്ററി സെറ്റപ്പും ഡ്യുവൽ ഡിസ്പ്ലേ ഒക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 8 GB റാമും 128 GB ഇൻറ്റേർണലൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റഗഡ് സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെയിറ്റും തിക്നെസ്സൊക്കെ നല്ലോണം കൂടുന്നതായിരിക്കും. എന്തായാലും Fossibot F101 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.